ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ LDCയും VFAയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ. മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് പോകുന്നത്. അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. എപ്പോഴും മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൂടെ നോക്കുന്നത് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. കാരണം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ആദ്യത്തെ നിയമം ഏതാണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ നിയമം. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി റെഗുലേറ്റിംഗ് ആക്ട് ആണ് കേട്ടോ. റെഗുലേറ്റിംഗ് ആക്ട് ആണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണേ. 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നത് കേട്ടോ. എന്താണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാസ്സാക്കുന്നത്. നമുക്ക് ഇതൊരു സ്റ്റോറി പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം, പെട്ടെന്ന് പിടികിട്ടും. നിങ്ങൾക്ക് ഈ നമ്മുടെ യൂട്യൂബിൽ സ്പീഡ് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പ്ലേ ബാക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ തന്നെ ഉണ്ടാവും, മേലെ സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ബാക്ക് സ്പീഡ് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമുക്ക് സ്പീഡ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനശേഷം ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു? ബ്രിട്ടൻ ശ്രമിച്ചിരുന്നു. ബ്രിട്ടന് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഭരണാധികാരം വേണമായിരുന്നു. അങ്ങനെ അവർ ഇന്ത്യനെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കുകയാണ്. നമുക്ക് 1773 മുതൽ 1758 വരെ നമ്മുടെ ഇന്ത്യയിൽ കമ്പനി ഭരണമായിരുന്നു കേട്ടോ. 1773 മുതൽ 1758 വരെ കമ്പനി ഭരണമായിരുന്നു നിലവിൽ നിന്നിരുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി. അതേതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കേട്ടോ. എന്നാണ് സ്ഥാപിതമായത്? അറിഞ്ഞിരിക്കണം. 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ കമ്പനിയുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മളുമായിട്ടുള്ള വ്യാപാരത്തിൽ, അതായത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന തോതിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിയമപരമായിട്ടുള്ള ഒരു പദവിയും അംഗീകാരവും കുത്തകാധികാരവും ആര് കൊടുത്തു? എലിസബത്ത് രാജ്ഞി കൊടുത്തു. അതിനെ റോയൽ ചാർട്ടർ എന്നാണ് കേട്ടോ പറയുക. റോയൽ ചാർട്ടർ എന്നാണ് കേട്ടോ പറയുക. അതായത് പണ്ടുള്ള ആ സമയങ്ങളിൽ ഒരു സ്ഥാപനത്തിന് നിയമപരമായിട്ടുള്ള നിലനിൽപ്പും അവർക്ക് സ്വയം ഭരണാധികാരവും നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു അധികാര രേഖയായിരുന്നു ഈ റോയൽ ചാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആരാണ് റോയൽ ചാർട്ടർ കൊടുത്തത്? എലിസബത്ത് രാജ്ഞിയാണ് കേട്ടോ. എലിസബത്ത് രാജ്ഞിയാണ് ഈ റോയൽ ചാർട്ടർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ വ്യാപാര നികുതി വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് അതിൽ കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ദസ്തക്കുകൾ അത് ദുരുപയോഗം ചെയ്തു. ദസ്തക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് മുഗൾ ഭരണാധികാരി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയ അനുമതി പത്രത്തെയാണ് ദസ്തക്കുകൾ എന്ന് പറയുന്നത്. വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് മുഗൾ ഭരണാധികാരി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയിട്ടുള്ള അനുമതി പത്രത്തെയാണ് എന്ത് എന്ന് പറയുന്നത്? ദസ്തക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അതെന്ത് ചെയ്യാണ്? അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ അതിനെ ദുരുപയോഗം ചെയ്യുകയാണ്. അത് ആരെതിർത്തു? ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്ന് കാണാറുണ്ട് കേട്ടോ. മിർ കാസിം അതിനെ എതിർക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? കാസിമിനെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് പകരം മിർ ജാഫറിനെ വാഴിക്കുകയാണ് അവിടെ. അപ്പോൾ എന്ത് ചെയ്തു? ഈ നവാബിന് മിർ കാസിമിന് എന്ത് ചെയ്തു? നല്ല ദേഷ്യം വന്നു. അപ്പോൾ ഈ മിർ കാസിം എവിടെ പോയി? അവധിലെ നവാബായിട്ടുള്ള ഷൂജുദ്ദവള ധവള, നല്ല നല്ല പേരുകളാണ് അല്ലേ. ഷൂജുദ്ദവളയെയും കൂടാതെ അന്നത്തെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാ ആലം രണ്ടാമനെയും പോയിട്ട് കണ്ടിട്ട് എന്ത് ചെയ്തു? ഒരു യുദ്ധം, ഇവരെ രണ്ടാളെയും കൂടെ കൂട്ടിയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു യുദ്ധം അങ്ങ് പുറപ്പെടുവിച്ചു.
ആ യുദ്ധം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ബക്സർ യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ബക്സർ യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ് വർഷം? 1764. മനസ്സിലാവുന്നുണ്ടോ? അന്നത്തെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നയിച്ചത് ആരാണ്? അന്നത്തെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹെക്ടർ മൺറോ ആയിരുന്നു കേട്ടോ. ഹെക്ടർ മൺറോ ആയിരുന്നേ. അപ്പോൾ ബക്സർ യുദ്ധത്തിൻ്റെ വർഷം ഓർത്തിരിക്കുക, 1764. ബക്സർ ഉണ്ടാവാനുള്ള കാരണം ഇതാണ് കേട്ടോ. മിർ ഖാസിം ഇങ്ങനെ കള്ളത്തരത്തിനെ ചോദ്യം ചെയ്തപ്പോൾ മാറ്റിയിട്ട് പകരം എന്ത് ചെയ്തു? അവരുടെ ഒരു നിലയ്ക്ക് നിൽക്കുന്ന മിർ ജാഫറിനെ എന്ത് ചെയ്യാണ്? വാഴിക്കുകയാണ്. അങ്ങനെ ഈ മിർ ഖാസിം പോയിട്ട് അവധിലെ നവാബായിട്ടുള്ള ഷൂജുദ്ദൗളനെയും അന്നത്തെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാ ആലം രണ്ടാമനെയൊക്കെ പോയി കണ്ടിട്ട് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു യുദ്ധം അങ്ങ് പുറപ്പെടുവിച്ചു. അതാണ് ബക്സർ യുദ്ധം 1764 കേട്ടോ. പക്ഷെ ഭാഗ്യം എന്ത് ചെയ്തില്ല? നമ്മുടെ മിർ ഖാസിമിനെ ഒന്നും തുണച്ചില്ല. എന്ത് ചെയ്തു? അവർ യുദ്ധത്തിൽ തോറ്റു. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് കിട്ടി? ബംഗാൾ, അതുപോലെ തന്നെ ബീഹാർ, പിന്നെ ഏതാണ്? ഒറീസ, ഇങ്ങനെയുള്ള ഈ 3 പ്രദേശങ്ങളിൽ നികുതി പിരിക്കാനുള്ള അവകാശം കൂടെ കൂടുതൽ ലഭിച്ചു. ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഈ ഭാഗത്തെ നികുതി പിരിക്കാനുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുത്തിട്ട് നമ്മുടെ ഇവിടെ ഒരു അടിത്തറ ഉണ്ടാക്കിയത് ഈ ബക്സർ യുദ്ധത്തിലൂടെയാണ് കേട്ടോ. അങ്ങനെ പോകെ 1773 എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു നിയമം കൊണ്ടുവരികയാണ്. അതാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിട്ട് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഒരു നിയമമായിരുന്നു റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമായിരുന്നു. ഏതാണ്? ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം ഏതാണ്? അത് റെഗുലേറ്റിംഗ് ആക്റ്റാണ് കേട്ടോ. 1773 റെഗുലേറ്റിംഗ് ആക്റ്റാണ്. കൂടാതെ അറിഞ്ഞിരിക്കുക, നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോർട്ട് സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? റെഗുലേറ്റിംഗ് ആക്റ്റാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ്? റെഗുലേറ്റിംഗ് ആക്റ്റാണ് 1773. എങ്ങനെയാണത് തുടങ്ങിയത്? ഒരു ചീഫ് ജസ്റ്റിസും കൂടാതെ 3 ജഡ്ജിമാരുമായിട്ട് എവിടെ തുടങ്ങി? കൽക്കട്ടയിൽ. എന്ന് തുടങ്ങി? 1774 എന്ത് വന്നു? സുപ്രീം കോടതി നിലവിൽ വന്നു. ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും കൂടെ കൂടി അവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് പിന്നെ എങ്ങനെ കൽക്കട്ടയിൽ ഏത് വർഷം നിലവിൽ വന്നു? 1774 എന്ത് വരികയാണ്? സുപ്രീം കോടതി നിലവിൽ വരികയാണ്. എന്നാൽ ഒരാളെയും കൂടെ നമ്മളിവിടെ പഠിക്കണം. കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? എലീജ ഇംബെ ആയിരുന്നു കേട്ടോ. എലീജ ഇംബെ ആയിരുന്നു നമ്മുടെ കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് ഓക്കെ അല്ലേ? 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നത്. എന്തൊക്കെയാണ് വന്നത്? ഇന്ത്യയിലൊരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകാൻ കാരണമായ നിയമമാണ്. പിന്നെന്താണ്? എങ്ങനെയാണ് സുപ്രീം കോടതി സ്ഥാപിച്ചത്? ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും അടങ്ങുന്നതായിരുന്നു അന്നത്തെ അവരുടെ പാനൽ എന്ന് പറയുന്നത്. കൂടാതെ എവിടെയാണ് സ്ഥാപിതമായത്? കൽക്കട്ടയിലാണ് സ്ഥാപിതമായത്. എന്ന് 1774 സുപ്രീം കോടതി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത് കേട്ടോ. 1774. ആ സമയത്ത് നമ്മുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരായിരുന്നു? എലീജ ഇംബെ ആയിരുന്നു. എലീജ ഇംബെ ആയിരുന്നു. പക്ഷേ റെഗുലേറ്റിംഗ് ആക്ടിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്തു? 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് അവർ കൊണ്ടുവന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ഇപ്പോൾ ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം, വർഷം ഓർത്തിരിക്കണേ. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത് കേട്ടോ. 1784 എന്തിന് പകരമായിട്ട് വന്നതാണ്? റെഗുലേറ്റിംഗ് ആക്ടിന് അതിൻ്റെ ന്യൂനതകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ബക്സർ യുദ്ധം മറന്നു പോയത്തെ വർഷം 1764 വർഷം. ബക്സർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും അതാരായിരുന്നു നയിച്ചത്? ഹെക്ടർ മൺറോ ആയിരുന്നു കേട്ടോ. ഹെക്ടർ മൺറോ ആയിരുന്നു അത് നയിച്ചിട്ടുണ്ടായിരുന്നത്. അവരും പിന്നെ ആരൊക്കെയായിരുന്നു?
മിർ കാസിമും അത് അയാൾ എവിടുത്തെയായിരുന്നു നവാബ്? ബംഗാളിലെ നവാബായിരുന്നു കേട്ടോ മിർ കാസിം എന്ന് പറയുന്നത്. കൂടാതെ അവധിലെ നവാബായിട്ടുള്ള ഷൂജുദ്ദൗളയും അന്നത്തെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാ ആലം രണ്ടാമനുമായിരുന്നു ബക്സർ യുദ്ധത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? അവർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒരു അടിത്തറ പാകാൻ കാരണമായിട്ടുള്ള യുദ്ധമായിരുന്നു ആ ബക്സാർ യുദ്ധം എന്ന് പറയുന്നതിൽ. അവർ ജയിച്ചില്ല, അവരെന്ത് ചെയ്തു? തോൽവി ഏറ്റുവാങ്ങി. ദസ്തക്കുകൾ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ദസ്തക്കുകൾ എന്ന് പറയുന്നത്? വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് മുഗൾ ഭരണാധികാരി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയൊരു അനുമതി പത്രമായിരുന്നു ഈ ദസ്തക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് നിലവിൽ വന്നത്? 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. നിങ്ങൾ ആ ഭാഗം നോക്കും ചെയ്യാട്ടോ, എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക. ക്ലാസ് കഴിഞ്ഞ് അപ്പം നോക്കേണ്ട ഭാഗങ്ങൾ അതൊക്കെയാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എല്ലാതും നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2, 3 ശരിയാണ്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. അതുപോലെ തന്നെ നമ്മുടെ നഴ്സിൻ്റെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലർ ആരാണ്? അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. എന്നാണ് സ്ഥാപിതമായത് ഹൈക്കോടതി? കേരള ഹൈക്കോടതി എന്നാണ് സ്ഥാപിതമായത്? 1956 നവംബർ 1 കേട്ടോ. 1956 നവംബർ 1 കേരള ഹൈക്കോടതി സ്ഥാപിതമാകുന്നത് കേട്ടോ. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയാണ് കേട്ടോ. KT കോശിയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഒക്കെ സ്ഥിരമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ പ്രിലിംസിനും മെയിൻസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശി ആയിരുന്നു. ഇനി അവിടുന്ന് അതേ ഭാഗത്തുനിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത. ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആരായിരുന്നു? അത് സുജാത മനോഹർ ആയിരുന്നു കേട്ടോ. സുജാത മനോഹർ. സുജാത മനോഹർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആരായിരുന്നു? സുജാത മനോഹർ ആണ് കേട്ടോ. സുജാത മനോഹർ. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അതാരാണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ് കേട്ടോ. അന്ന ചാണ്ടിയാണ് ആദ്യത്തെ ജഡ്ജി എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ്? അത് അന്ന ചാണ്ടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണെന്ന് ചോദിച്ചാലോ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് അത് ഓമന കുഞ്ഞമ്മയാണ് കേട്ടോ. ഓമന കുഞ്ഞമ്മയാണ്. ഇതൊക്കെ എവിടെയോ വായിച്ചായിട്ടൊരു ഓർമ്മ ഇങ്ങനെ വരൂലേ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? അത് ഓമന കുഞ്ഞമ്മയാണ് കേട്ടോ. അതുപോലെ തന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ അതാരാണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ അതാരാണ്? സോഫി തോമസ് ആണ് കേട്ടോ. സോഫി തോമസ് ആണ് ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ എന്ന് പറയുന്നത് ആരാണ്? സോഫി തോമസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഇത്രയും പേര് ഇവിടെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. എന്നാണ് ഹൈക്കോടതി സ്ഥാപിതമായത്? 1900 നവംബർ 1 ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശി ആയിരുന്നു. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ചോദിച്ചാൽ അതാരാണ്? വേഗം ഓർക്കട്ടെ, സുജാത മനോഹർ ആണ്. ഇനി കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ചോദിച്ചാൽ അതാരാണ്? KK ഉഷയാണ് കേട്ടോ. KK ഉഷയാണ്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ചോദിച്ചാൽ സുജാത മനോഹറും ആദ്യ മലയാളി ചോദിച്ചാൽ അതാരാണ്? KK ഉഷയുമാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ചോദിച്ചാൽ അതാരാണ്? അന്ന ചാണ്ടി. അന്ന ചാണ്ടി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? അത് ഓമന കുഞ്ഞമ്മയാണ് കേട്ടോ. അതുപോലെ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ ആരാണ് ചോദിച്ചാൽ അതാരാണ്? സോഫി തോമസ് ആണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? (2005) വിവരാവകാശ നിയമത്തിൻ്റെ 2-ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു.
ജോലി, രേഖകൾ എന്നിവയ്ക്കുള്ള പരിശോധന. രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ. മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? 2ാം വകുപ്പിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ജോലി, രേഖകൾ എന്നിവയ്ക്കുള്ള പരിശോധന. രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ എന്താണ്? സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ. മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. ഇതെല്ലാം എന്ത് വരുന്നു? 2ാം വകുപ്പിൽ ഉൾപ്പെടുന്നു. ഈ വിവരാവകാശ നിയമത്തിലെ 2 വകുപ്പിൽ പറയുന്നത് ഫുള്ള് ഡെഫിനിഷൻസ് ആണ് കേട്ടോ. നിർവചനങ്ങളാണ് പറയുന്നത്. നിർവചനങ്ങളാണ് ഈ 2ാം വകുപ്പിൽ പറയുന്നത്. നമ്മൾ പഠിച്ചിരിക്കണം. എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. 2 ക്ലോസ് എയിൽ എന്താണ് പറയുന്നത്? അത് സമുചിത സർക്കാരിനെ കുറിച്ചാണ് കേട്ടോ. സമുചിത സർക്കാരിനെ കുറിച്ചാണ് നിർവചിച്ചിരിക്കുന്നത്. 2 ക്ലോസ് എയിൽ എന്താണ്? സമുചിത സർക്കാരിനെ കുറിച്ചാണ് നിർവചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ക്ലോസ് എഫിലാണെങ്കിലോ വിവരം എന്നതിനുള്ള നിർവചനമാണ് എന്തിൽ കൊടുത്തിരിക്കുന്നത്? 2 ക്ലോസ് എഫിൽ കൊടുത്തിരിക്കുന്നത്. നിർബന്ധമായിട്ടും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വിവരം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 2 ക്ലോസ് എഫ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വിവരങ്ങൾ എന്നാൽ എന്താണ്? രേഖ, പ്രമാണങ്ങൾ, അതുപോലെ തന്നെ മെമ്മോകൾ, ഇമെയിലുകൾ, പിന്നെ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും, പിന്നെ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ വെച്ചിട്ടുള്ള ഡാറ്റ മെറ്റീരിയൽസ്, സർക്കുലറുകൾ, ഉത്തരവുകൾ, ഇതെല്ലാം എന്തിൽ പെടും? ഈ വിവരത്തിൽ പെടും കേട്ടോ. അപ്പോൾ വിവരം എന്ന് പറയുന്നതിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? 2 ക്ലോസ് എഫ് ആണ് കേട്ടോ. ഓർത്തിരിക്കുക. ഇനി അടുത്തത് 2 ക്ലോസ് എച്ച് ആണ് കേട്ടോ. അതെന്താണ്? പൊതു അധികാര സ്ഥാനമാണ് കേട്ടോ. പൊതു അധികാര സ്ഥാനം അതിനെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നു. പൊതു അധികാര സ്ഥാനത്തെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നു. എന്തിൽ? 2 ക്ലോസ് എച്ചിൽ. ഹെഡ് എന്താണ്? എല്ലാത്തിൻ്റെയും ഹെഡ്, എല്ലാത്തിൻ്റെയും അധികാരം എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. 2 ക്ലോസ് എച്ച് എന്താണ്? പൊതു അധികാര സ്ഥാനം. അതുപോലെ തന്നെ 2 ക്ലോസ് ജെ എന്താണ്? 2 ക്ലോസ് ജെ എന്താണ് പറയുന്നത്? വിവരാവകാശം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്നതാണ് കേട്ടോ. വിവരാവകാശം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്നത് ഏതാണ്? ജെ ആണ് കേട്ടോ. 2 ക്ലോസ് ജെയിലാണ് വിവരാവകാശം എന്നതിന് എന്ത് നൽകിയിരിക്കുന്നത്? നിർവചനം നൽകിയിരിക്കുന്നത്. വിവരം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്നത് 2 ക്ലോസ് എഫിലാണ്. വിവരാവകാശം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്നത് 2 ക്ലോസ് ജെയിലാണ്. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2ൻ്റെ എല്ലാ സെക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് വിവരാവകാശ നിയമം പാസ്സാകാൻ കാരണമായ പ്രസ്ഥാനം ഏതെന്ന്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി ഇറങ്ങുന്നതാണ്. വിവരാവകാശ നിയമം പാസ്സാകാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ്? അത് മസ്ദൂർ കിസാൻ ശക്തി സംഘാതനാണ് കേട്ടോ. മസ്ദൂർ കിസാൻ ശക്തി സംഘാതനാണ്. അരുണ റോയിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. അരുണ റായ് അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അരുണ റായ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ്റെ സ്ഥാപക ആരാണ്? അരുണ റോയിയാണ്. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘാതനാണ്. ആരാണ് സ്ഥാപിച്ചത്? അരുണ റോയിയാണ്. നമ്മുടെ വിവരാവകാശം പാസ്സാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് അല്ലേ? തമിഴ്നാട്. അത് എല്ലാവർക്കും കിട്ടൂലേ വേഗം? എല്ലാവർക്കും വേഗം കിട്ടും. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ് അല്ലേ? അതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? അത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് കേട്ടോ. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2 ആണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. അതേപോലെ തന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ് കേട്ടോ. എങ്ങനെ അറിയപ്പെടുന്നു? ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? അത് വിവരാവകാശ നിയമമാണ്. പിന്നെയും ചോദിക്കാറുണ്ട് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ ആണ് കേട്ടോ. APJ അബ്ദുൽ കലാം ആണ്.
APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. ആ നിയമം പാസ്സാക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അതാരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു കേട്ടോ. മൻമോഹൻ സിംഗ് ആണ്. നമ്മൾ വിവരാവകാശത്തെക്കുറിച്ച് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ചില ബേസിക് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണെങ്കിലോ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണേ. മനുഷ്യാവകാശവും വിവരാവകാശവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നമ്മുടെ VFAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 100% ഉറപ്പാണേ. അപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാമാണ്. അതുപോലെ തന്നെ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് മൻമോഹൻ സിംഗ് ആയിരുന്നു. എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്? അതൊക്കെ അറിയാമല്ലേ. 2005 ഒക്ടോബർ 12 എന്ത് വരുന്നത്? വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. പിന്നെ അറിയാമല്ലോ 2019 വിവരാവകാശ നിയമം എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എന്താക്കിയിട്ടുണ്ട്? 3 വർഷമാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. 3 വർഷമാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചുരുക്കിയിട്ടുണ്ട്. അത് ഓർത്തിരിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 6 കേട്ടോ. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 31 കേട്ടോ. പട്ടികകൾ ചോദിച്ചാൽ 2. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6. വകുപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ 31. പട്ടികകൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അത് എത്രയുണ്ട്? 2 പട്ടികകളാണ് ഉള്ളത് കേട്ടോ. 1-ാം പട്ടികയിൽ എന്തിനെക്കുറിച്ച് പറയുന്നു? കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. സത്യപ്രതിജ്ഞയെക്കുറിച്ചാണ് പറയുന്നത് 1-ാം പട്ടികയിൽ. 2-ാം പട്ടികയിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നത് 2-ാം പട്ടികയിലാണ്. അങ്ങനെ 2 പട്ടികകളാണ് വിവരാവകാശ നിയമത്തിന് ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞു അധ്യായങ്ങൾ. നമുക്കൊന്ന് നോക്കിപ്പോയാലോ വേഗം. 1-ാം അധ്യായത്തിൽ പ്രാരംഭികമാണ് കേട്ടോ. തുടക്കം, അതിനെക്കുറിച്ച് പറയുകയാണ്. തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ, വിവരാവകാശത്തെക്കുറിച്ച് തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. 1-ാമത്തേൽ പ്രാരംഭികം. 2-ാമത്തേലോ അധ്യായം 2 എന്താണ് പറയുന്നത്? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളും ആണ് കേട്ടോ പറയുന്നത്. വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളെക്കുറിച്ചാണ് 2 പറയുന്നത്. 3-ാമത്തേതാണ് ഇമ്പോർട്ടൻ്റ്. എന്ത് പറയുന്നു? കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? 3. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. എന്തില്? അധ്യായം 3. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? അധ്യായം 3. ഓർത്തിരിക്കുക. എങ്കിൽ 4 എന്തായിരിക്കും? നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഏതാണ്? അധ്യായം 4 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചും 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുമാണ് പറയുന്നത് കേട്ടോ. അധ്യായം 3, 4 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 5 എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ വിവരാവകാശ കമ്മീഷനുകളുടെ അവരുടെ കമ്മീഷന്മാരുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളും ഒക്കെയാണ് പറയുന്നത് കേട്ടോ. 6-ാമത്തേൽ പലവകയാണ് കേട്ടോ. പല കാര്യങ്ങളാണ് അതിൽ ഓഡിറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ 6 പലവകയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 6 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 3-ാമത്തെ അധ്യായവും 4-ാമത്തെ അധ്യായവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. പിന്നെ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ഈ സമയപരിധികൾ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്? 30 ദിവസത്തിനുള്ളിലാണ് കേട്ടോ. നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ലഭിക്കണം? 30 ദിവസത്തിനുള്ളിലാണ് നമുക്ക് മറുപടി ലഭിക്കേണ്ടത്. ഇനി അപേക്ഷ കൊടുക്കുന്നത് നമ്മൾ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിലോ 35 ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്. 30, 35 ദിവസവും. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്, നമ്മൾ ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ എത്രയ്ക്കുള്ളിൽ കിട്ടണം? എന്താണ് സമയപരിധി? 48 മണിക്കൂറാണ് കേട്ടോ. 48 മണിക്കൂറാണ് ഒരാളുടെ നമ്മൾ ചോദിക്കുന്ന വിവരം ഒരാളുടെ ജീവനെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് എന്ത് ലഭിക്കേണ്ടത്? മറുപടി ലഭിക്കേണ്ടത്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. 3-ാം കക്ഷി വിവരം ഉൾക്കൊള്ളുന്നുവെങ്കിൽ
സ്ഥിരമായിട്ടുണ്ടാവും. ഇപ്പോൾ PSCയിൽ ഇൻഫർമേഷൻ അവിടുന്ന് ഈ വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായാലും ഈ മൂന്നാം കക്ഷി ഈ WCPO CPO അതുപോലെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും ഇത് കടന്നു വരാനുണ്ട്, ഈ ഒരു മൂന്നാം കക്ഷി അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ പറയും മൂന്നാം കക്ഷി വിവരം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്? അത് 40 ദിവസത്തിനുള്ളിലാണ് കേട്ടോ. 40 ദിവസത്തിനുള്ളിലാണ് മൂന്നാം കക്ഷി എന്താണ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മൂന്നാം കക്ഷിയുടെ വിവരം ഉൾക്കൊള്ളുന്ന ആണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണെങ്കിൽ 40 ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്. ഇനി മൂന്നാം കക്ഷിയുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ട സമയപരിധി എന്ന് പറയുന്നത് എത്രയാണ്? അത് 5 ദിവസമാണ് കേട്ടോ. മൂന്നാം കക്ഷിയുടെ വിവരം ചോദിക്കാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 5 ദിവസമാണ്. നമ്മളുടെ ഈ മൂന്നാം കക്ഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നോളൂ. 11 കേട്ടോ. സെക്ഷൻ 11 മൂന്നാം കക്ഷിയുടെ വിവരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 11 എന്താണ് പറയുന്നത്? മൂന്നാം കക്ഷിയുടെ വിവരത്തെക്കുറിച്ചാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ആ ഭാഗം നോക്കണേ, എഴുതി വെച്ച ആ ഭാഗം ഈ ക്ലാസ് കേട്ടിട്ട് ഒന്നും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തറാവട്ടോ. നിങ്ങൾ എന്താണോ പഠിക്കാൻ എന്താണോ നോക്കുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മോക്ക് ടെസ്റ്റൊക്കെ ഈ വിവരാവകാശ നിയമവും അല്ലെങ്കിൽ ഈ വിവരാവകാശവും മനുഷ്യാവകാശവും പഠിച്ചു കഴിഞ്ഞിട്ട് ഈ രണ്ടിൻ്റെയും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഒരുപാട് നല്ല കാര്യമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ നെഗറ്റീവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആൻസറുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമേ. സമയം കഴിയുന്നതും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക കേട്ടോ. നല്ല കോമ്പറ്റീഷനുള്ള സമയമാണ്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് SCERT എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അതിൽ ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ബോക്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അവർ തപ്പി പിടിച്ചിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നല്ല സ്റ്റാൻഡേർഡുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കേട്ടോ. കിട്ടുന്ന സമയം നന്നായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് നമ്മൾ ഒരാളുടെയും നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളുടെയും മുന്നിൽ കൈ നീട്ടണ്ടാത്തൊരവസ്ഥ. അത് അങ്ങനെ ഒരവസ്ഥ ഇല്ലാതെ ഇരിക്കുന്നത് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ് കേട്ടോ. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമുക്കൊരു ജോലിയില്ല അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണേ? ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ മരിക്കുവോളം എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ ആവശ്യത്തിനും എല്ലാ കാര്യത്തിനും നമ്മൾ അയാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കണം. അതിൽ എന്താണ് ഇത്ര ഇതുള്ളത്? എല്ലാം അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജീവിക്കുന്നതിനെ ഒരു ഇതില്ല. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് നമ്മുടെ ഗവൺമെൻറ് സാലറി തന്നെയാണ് കേട്ടോ. ഒരു കാലത്ത് നമ്മുടെ മുമ്പിൽ നമ്മളെ കളിയാക്കി ചിരിച്ചവരും പുച്ഛിച്ചവരും ഒക്കെ അവന് ഗവൺമെൻറ് ജോലി കിട്ടി, കുഴപ്പമില്ല, ഇനിയിപ്പോൾ ലൈഫ് രക്ഷപ്പെട്ടല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു ടോക്കായിരിക്കും. നമ്മുടെ എല്ലാ വാക്കിനും നമ്മളുടെ എല്ലാത്തിനും അവിടെ സമയത്തിനും എല്ലാത്തിനും അവർ നമുക്ക് വില തരും. നിങ്ങൾ തന്നെ ഇരുന്നിട്ട് ആലോചിച്ച് നോക്കുക. സമയം ഇങ്ങനെ കുറേ റീല് കണ്ടിട്ട് കളയുക. പഠിക്കാനാണ് എന്നുള്ള രീതിയിൽ മൊബൈൽ എടുക്കും, എന്തെങ്കിലും ഒരു റീല് കണ്ടാൽ അതിൻ്റെ പിന്നാലെ പോവും. അതൊക്കെ മാറ്റി വയ്ക്കുക. കുറച്ച് സമയം നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ ഒരാൾ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാണ്ട് പോയിട്ടില്ല കേട്ടോ. നമ്മൾ ഇവരുടെയൊക്കെ അവസാന നിമിഷം വരെ ലാസ്റ്റ് ചാൻസിൽ വരെ നേടിയെടുത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത കഥകളാണ് പറയുക. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, കിട്ടുന്ന സമയം എല്ലാം പഠിച്ചു, സ്മാർട്ട് വർക്ക് ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് പറയുക. ഒരുപാട് പൈസ കൊടുത്തിട്ടൊന്നും വലിയ ഇതിലൊക്കെ പോയിട്ട് പഠിക്കാണ്ടിരിക്കട്ടെ. എപ്പോഴും ഫ്രീ ക്ലാസ്സിനെ ആശ്രയിക്കുക കേട്ടോ. ഞാൻ അതാണ് എപ്പോഴും എല്ലായിടത്തും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതാണ്. ഫ്രീ ക്ലാസ്സിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിട്ട് പഠിക്കുക. ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടോ ഒരു 12,000 10,000 രൂപയ്ക്കൊന്നും നമ്മൾ ചേർന്ന് പഠിച്ചിട്ട് പൈസ ഉള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല, കയ്യിൽ അതവർക്കൊരു പ്രോബ്ലം ആവില്ല. പക്ഷേ ഇല്ലാത്തവർക്ക് ആ ഒരു പൈസ ആ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. നമുക്ക് ജോലിയും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു ഇതായി നമുക്ക്. അപ്പം എപ്പോഴും ഫ്രീ ക്ലാസ്സസിനൊക്കെ അപ്ലോഡ് ചെയ്യും. ഇപ്പം നമുക്കറിയാമല്ലേ, എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ ഏത് ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് കിട്ടും, ആ ഒരു സമയമാണത്. അപ്പം മാക്സിമം എല്ലാ വഴിയും യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്നൊക്കെ പോയി
നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ വിവരാവകാശം ഓക്കെ അല്ലേ? നിങ്ങൾ ഈ ഭാഗം കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കിവിടെ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി പറഞ്ഞേ. ഓപ്ഷൻ ബി 3 വർഷമാണ് അല്ലേ. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കാലാവധി എന്ത് ചെയ്തിട്ടുണ്ട്? 3 വർഷമാക്കിയിട്ട് 2019 ഭേദഗതി പ്രകാരം ചുരുക്കിയിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം ഈ 2024-25 വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ഓപ്ഷൻ സി ആണ് വകുപ്പ് 5 ക്ലോസ് 2 കേട്ടോ. വിവരാവകാശ നിയമത്തിൽ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വകുപ്പ് 5 ക്ലോസ് 2 കേട്ടോ. എഴുതി വെക്കണേ, നമ്മൾ പറഞ്ഞിട്ടില്ല അത്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി 48 മണിക്കൂറായി കുറയ്ക്കാൻ കഴിയുക? അപേക്ഷകൻ മുതിർന്ന പൗരനാണെങ്കിൽ, വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചതാണെങ്കിൽ, കോടതി നടപടികൾക്ക് വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ, വിവരങ്ങൾ സർക്കാർ കരാറുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ. ഓപ്ഷൻ ബി ആണല്ലേ ആൻസർ. ഒരു വ്യക്തിയുടെ ജീവനെയും ജീവിതത്തെയും സ്വാതന്ത്ര്യം സംബന്ധിക്കുന്നതാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ? 48 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് എന്താണ് മറുപടി ലഭിക്കാനായിട്ടുള്ള സമയപരിധി എന്ന് പറയുന്നത്. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്? കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ചാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഏത് വകുപ്പാണ്? ഓപ്ഷൻ എ 12ഉം 15ഉം ആണ് കേട്ടോ. കേന്ദ്രത്തിലെ 12ഉം സംസ്ഥാനങ്ങളിലെ 15ഉം വകുപ്പ് അനുസരിച്ചിട്ടാണ് വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? 25,000 രൂപയാണ് അല്ലേ. 250 രൂപ മുതൽ അങ്ങനെ പോയിട്ട് 25,000 രൂപ വരെയാണ് എന്താണ് ചുമത്താവുന്ന പരമാവധി പിഴ എന്ന് പറയുന്നത്. 2005 വിവരാവകാശ നിയമമനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് ഏത്? അധികാരങ്ങളിൽ പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം, കൃത്യവിലോപം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരം, അഴിമതിയിൽ ഏർപ്പെടുന്ന സർക്കാർ ജീവനക്കാരെ വിചാരണ ചെയ്യുവാനുള്ള അധികാരം മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. വ്യക്തികളെ വിളിച്ചു വരുത്തിയിട്ട് നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം എന്ത് ചെയ്യുന്നുണ്ട്? വിവരാവകാശ കമ്മീഷന് 2005 നിയമം അനുസരിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത്? നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ മനസ്സിൽ വിചാരിക്കണേ. ഓപ്ഷൻ എ ആണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അല്ലേ. അഴിമതി നിയന്ത്രിക്കാനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കാനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമാണ് വിവരാവകാശത്തിന്റെ നിയമത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇത് 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. 1946 ഡിസംബർ 11 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ശരിയല്ലാത്തതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ്. ഇവിടെ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത് അല്ലേ. എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്?
1946 ഡിസംബർ 13 കേട്ടോ, 11 ഡിസംബർ 13 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത് കേട്ടോ. 1946 ഡിസംബർ 13 കേട്ടോ. ഡേറ്റ് ഓർത്ത് വെക്കണേ, പഠിക്കണേ. 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊന്നും നോക്കിയാലോ. 1946 ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. 1946 ഡിസംബർ 9. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അത്രയും ശരിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് പോകാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയുക? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വന്നിട്ടാണ്. ക്യാബിനറ്റ് മിഷനാണ് കേട്ടോ. ക്യാബിനറ്റ് മിഷനാണ്. എന്ത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമാകുന്ന ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ് കേട്ടോ. അതുപോലെ തന്നെ എന്നാണ് ഭരണഘടന രൂപീകൃതമായത്? 1946 ഡിസംബർ 6 എന്നാണ് രൂപീകൃതമായത്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. പഠിക്കണേ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം എപ്പോഴും ചോദിക്കാറുണ്ട്. വർഷം ഏതാണ്? 1946 ഡിസംബർ 9 ആദ്യത്തെ പ്രഥമ സമ്മേളനം നടക്കുന്നത് കേട്ടോ. ചോദിക്കാറുണ്ട്, പഠിക്കണേ. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായിട്ട് ആഹ്വാനം ചെയ്ത് ഇന്ത്യക്കാരൻ ആരാണ് ചോദിച്ചാൽ അതാരാണ്? അത് MN റോയിയാണ് കേട്ടോ. MN റോയിയാണ് ഈ ഭരണഘടന നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായിട്ട് ഈ അഭിപ്രായം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സ്വരാജ് പാർട്ടിയാണ് കേട്ടോ. സ്വരാജ് പാർട്ടി. ഇത് രണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാരാണ്? MN റോയിയാണ്. രാഷ്ട്രീയ പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സ്വരാജ് പാർട്ടിയാണ്. ലക്ഷ്യപ്രമേയം എന്നാണ് വർഷം ഓർമ്മയുണ്ടോ? 1946 ഡിസംബർ 13. ഞാൻ വെറുതെ ചോദിച്ചാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മുടെ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ച വർഷം പറഞ്ഞു. 46 ഡിസംബർ 9 പറഞ്ഞു. 46 ഡിസംബർ 9 പറഞ്ഞു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിക്കുന്നത്. ശേഷം 1946 ഡിസംബർ 11 എന്ത് ചെയ്യുന്നുണ്ട്? ജവഹർലാൽ നെഹ്റുവിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെയല്ല, രാജേന്ദ്ര പ്രസാദിനെ. 1946 ഡിസംബർ 11 രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ എന്നാണ് തിരഞ്ഞെടുത്തത്? 46 ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നടന്നപ്പോൾ. പിന്നീട് 1946 ഡിസംബർ 11 എന്ത് ചെയ്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ വർഷങ്ങളെല്ലാം ഓർത്തിരിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒന്ന് നോക്കാവേ. നമ്മുടെ ഈ ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് അല്ലേ. എന്നാണ്? 1947 ഓഗസ്റ്റ് 29. വർഷം ഓർത്തിരിക്കണേ. 1947 ഓഗസ്റ്റ് 29 എന്ത് ചെയ്യുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ കരട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 7 അംഗങ്ങൾ. ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു അല്ലേ. BR അംബേദ്കർ ആയിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി അതിലെ അംഗങ്ങളെ നമ്മൾ നോക്കിയിരിക്കണം. അത് ഒരു ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആരൊക്കെയായിരുന്നു? KM മുൻഷി, പിന്നെ ആരാണ്? മുഹമ്മദ് സാദുള്ള, അതുപോലെ തന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ED ആണ് കേട്ടോ.
അല്ലാട്ടി കൃഷ്ണസ്വാമി അയ്യർ. പിന്നെ ആരാണ്? എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. പിന്നെ അതുപോലെ തന്നെ ഡി പി ഗെയ്ത്താൻ. ഡി പി ഗെയ്ത്താൻ. അതുപോലെ തന്നെ ബി എൽ മിത്തർ. ബി എൽ മിത്തർ. ആരൊക്കെയാണ്? കെ എം മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ഡി പി ഗെയ്ത്താൻ, ബി എൽ മിത്തർ. ഇത്രയും പേരാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അതിന് പകരം അവിടെ വേറെ 2 പേരും കൂടെ വന്നിട്ടുണ്ട്. അവരെയും നമ്മൾ പഠിച്ചിരിക്കണം. അതായത് അന്തരിച്ച ഗെയ്ത്താന് പകരമായിട്ട് ആര് വന്നു? ടി ടി കൃഷ്ണമാചാരി വന്നു. ടി ടി കൃഷ്ണമാചാരി വന്നു. പിന്നെ മിത്തർ ബി എൽ മിത്തർ രാജിവെച്ച് പോയിട്ടുണ്ടായിരുന്നു. പകരം ആര് കയറി? എൻ മാധവറാവു വന്നു. എൻ മാധവറാവു വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വർഷം എന്താണ്? 47 ഓഗസ്റ്റ് 29. ലക്ഷ്യപ്രമേയം വർഷം എന്താണ്? 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിക്കുന്നത്. എന്നാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? സച്ചിദാനന്ദ സിൻഹേനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 46 ഡിസംബർ 9 രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11 കേട്ടോ. ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് കേട്ടോ. ഒരു വർഷം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഒരു വർഷം കൂടെ, അതായത് നമ്മൾ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ 46 ഡിസംബർ 13. ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയ വർഷം കൂടെ ഓർത്തിരിക്കുക. അത് 1947 ജനുവരി 22 കേട്ടോ. 1947 ജനുവരി 22 എന്ത് ചെയ്യുന്നത്? ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? എവിടെയാണ്? ഓപ്ഷൻ ബി ഫിലാഡൽഫിയയിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ഫിലാഡൽഫിയയിലാണ്. ഇത് നമുക്ക് ഒരു ചെറിയൊരു കഥ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ എല്ലാ ഇൻസിഡൻറ്റും കൂടെ പറഞ്ഞു പോവാം. എന്ന് നമുക്കത് തലയിൽ നിൽക്കും. നമുക്ക് നമ്മുടെ പാരീസ് ഉടമ്പടി വരെ അങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ അല്ലേ? നമ്മുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴും നമ്മുടെ പറഞ്ഞിട്ട് അങ്ങനെ പോകണം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിലെ 13 കോളനികൾ, വടക്കേ അമേരിക്കയിലെ 13 കോളനികൾ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. 13 കോളനികൾ. അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു? കൃഷിയും അതുപോലെ തന്നെ വ്യാപാരമൊക്കെ നടത്തിയിട്ട് സമാധാനപരമായിട്ട് ജീവിച്ചു വന്നു. പിന്നീട് എന്ത് ചെയ്തു? അപ്പോൾ അവരുടെ മേലിൽ ആരായിരുന്നു ഭരണം നടത്തിയിരുന്നത്? ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു അവരുടെ മേലിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ ബ്രിട്ടൻ എന്ത് ചെയ്തു? അവരോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കോളനികളാണ്, സോ കൂടുതൽ നികുതി തരണം. നിങ്ങൾ ഞങ്ങളുടെ കോളനികളാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് കൂടുതൽ ടാക്സ് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ടാക്സ് കൂടുതൽ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരികയാണ്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 1764 പഞ്ചസാര നിയമം. 1764 പഞ്ചസാര നിയമം. അതുപോലെ തന്നെ 1764 കറൻസി നിയമം. 1764 പഞ്ചസാര നിയമം, 1764 കറൻസി നിയമം. ഇതൊക്കെ ചിലപ്പോൾ വർഷങ്ങൾ ചേരുമ്പോൾ ചേർക്കാനൊക്കെ ചോദിക്കാം. പഠിച്ചിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് കൊണ്ടുവന്നതാണ് 1765 സ്റ്റാമ്പ് നിയമം കേട്ടോ. 1765 സ്റ്റാമ്പ് നിയമം കൊണ്ടുവന്നു. അതുപോലെ തന്നെ 1767 എന്ത് കൊണ്ടുവന്നു? ടൗൺഷെൻഡ് നിയമം കൊണ്ടുവന്നു. ടൗൺഷെൻഡ് നിയമം അതായത് ഇറക്കുമതി ചുങ്കം. അതാണ് കേട്ടോ ടൗൺഷെൻഡ് എന്ന് പറയുക. അതിന് ആ പേര് വരാൻ കാരണം അന്നത്തെ ബ്രിട്ടീഷ് ധനകാര്യമന്ത്രി ആയിരുന്ന നമ്മുടെ ചാൾസ് ടൗൺഷെൻഡാണ് എന്താണ് ഈ അമേരിക്കൻ ഇറക്കുമതി ചുങ്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ടൗൺഷെൻഡ് നിയമം എന്ന് അറിയപ്പെടുന്നത്. 1767 1767 ടൗൺഷെൻഡ് നിയമം കൊണ്ടുവന്നു. പിന്നീട് എന്താണ് വന്നത്? നിങ്ങൾക്കറിയാം 1773 ടീ നിയമം.
ഈ നികുതികളെല്ലാം എന്ത് ചെയ്തിട്ടാണ് അവർക്ക് ടാക്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജനതകൾ ഈ 13 കോളനികളുടെ മേലിൽ അടിച്ചേൽപ്പിച്ച നികുതികളാണ് ഈ പറഞ്ഞതെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? ഈ ടീ നിയമം നമുക്കറിയാലോ. അതെന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി കേട്ടിട്ടില്ലേ? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണല്ലേ. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതെന്താണ്? നമ്മളുടെ ഈ ടീക്ക് മേലെ എന്താണ് അധിക ടാക്സ് ഈടാക്കിയപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് ആൾക്കാരോട് ചേർന്നിട്ട് കപ്പലിൽ പോയിട്ട് എന്ത് ചെയ്തു? 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവത്തിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ടാകുന്നത്. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ടാകുന്നത്. ഇതെല്ലാം പഠിച്ചിട്ട് പോണേ. ഞാൻ മോക്ക് ടെസ്റ്റിന് ഈ ഭാഗത്തു നിന്നെല്ലാം ക്വസ്റ്റ്യൻ ഇടും കേട്ടോ. അപ്പോൾ എങ്ങനെ കുറേ നിയമങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ആ നിയമങ്ങളാണ് അവർ കൊണ്ടുവന്ന ആ നികുതി പരിഷ്കാരങ്ങളാണ് ഇവരെ എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുന്നത്. ഏതൊക്കെയാണെന്നും കൂടെ പറയാവേ. 1764 പഞ്ചസാര നിയമം, പിന്നെ 1764 തന്നെ കറൻസി നിയമം, പിന്നെ 1765 സ്റ്റാമ്പ് നിയമം, പിന്നീട് എന്ത് വന്നു? 1767 ടൗൺഷെൻഡ് നിയമം, പിന്നെ എന്ത് വന്നു? 1773 ടീ നിയമം കൊണ്ടുവന്നു. ഇതൊക്കെ എന്താണ്? അവരുടെ നികുതി പരിഷ്കാരങ്ങളാണ് കേട്ടോ. പക്ഷെ അവർ നികുതി കൊടുത്തോ? ആ കോളനിക്കാരെന്ത് ചെയ്തു? നികുതി കൊടുത്തില്ല. എന്താണ് കാരണം? അവിടുത്തെ പാർലമെൻറ്റിൽ അവർക്ക് പ്രാതിനിധ്യം ഇല്ലായിരുന്നു. അങ്ങനെ വന്നതാണ് എന്ത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആര് കൊണ്ടുവന്നു അത്? ആ മുദ്രാവാക്യം ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ മുദ്രാവാക്യത്തിൻ്റെ ആരാണ് കൊണ്ടുവന്നത്? ജെയിംസ് ഓട്ടിസ് ആണ് കേട്ടോ. ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ കൊണ്ടുവന്നത്. അയാളാണ് ആദ്യമായിട്ട് അത് പറഞ്ഞത്. അങ്ങനെ ഒരു കോളനിക്കാർ എന്ത് ചെയ്തു? അവിടുത്തെ പാർലമെൻറ്റിൽ പ്രാതിനിധ്യം ഇല്ലാത്തതുകൊണ്ട് നികുതിയൊന്നും കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഈ കോളനികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർക്കെതിരെ ഓരോന്നൊക്കെ ചെയ്യാണ്. ഇപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയൊക്കെ ചെയ്ത പോലെ ഓരോന്ന് ചെയ്യാണ്. പക്ഷെ അങ്ങനെ ചെയ്തതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? ഈ ഓരോ കോളനിയിലെയും നേതാക്കന്മാർ ചേർന്നിട്ട് ചെറിയൊരു ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. അത്തരത്തിലെ ആദ്യത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അതായത് ആദ്യത്തെ ഈ 13 ആൾക്കാരുടെയും തലവന്മാരുടെയും കൂടിക്കാഴ്ച ആദ്യത്തെ നടത്തിയത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 1774 ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെയാണ് കേട്ടോ. ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. ശേഷം അവരൊരു പെറ്റീഷൻ ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിക്കുന്നുണ്ട്. ഈ കോളനി ജനത നമ്മുടെ ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ഏതാണത്? ഒലീവ് ബ്രാഞ്ച് പെറ്റീഷനാണ് കേട്ടോ. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊക്കെ ചോദിക്കും. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ നിവേദനം കൊടുത്തതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. അവർ വീണ്ടും എന്ത് ചെയ്യാണ്? ഈ രാജാവ് വീണ്ടും സൈന്യത്തെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അയക്കുകയാണ്. അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു? നേതാക്കന്മാർ വീണ്ടും ഒരു സമ്മേളനം ചർച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തി. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നതാണ് 1775 എവിടെ വെച്ചിട്ട്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തന്നെ. രണ്ടും ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നടക്കുന്നത്. ഒന്ന് 1774 ഒന്ന് 1775. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ജോർജ് വാഷിങ്ടണിനെ അവരുടെ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്, അതായത് 1775 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജോർജ് വാഷിങ്ടണിനെ അവരുടെ സൈന്യത്തിൻ്റെ തലവനായിട്ട് ഏറ്റെടുക്കുന്നത്. നിയമിക്കുന്നത്. ശേഷം ഇവരെന്ത് ചെയ്യാണ്? ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം അങ്ങ് നടത്തി. എന്ന് 1776 ജൂലൈ 4 ആദ്യത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഈ ജോർജ് വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിലുള്ളവരങ്ങ് എന്ത് ചെയ്തു? 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അവർക്ക് എന്ത് ചെയ്യണമായിരുന്നു? ആ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തു വരണമായിരുന്നു. അങ്ങനെ 1781 എന്ത് ചെയ്യുന്നുണ്ട്? യോർക്ക് ടൗണിൽ വെച്ച് ഈ ജോർജ് വാഷിങ്ടൺ
ബ്രിട്ടനെ പരാജയപ്പെടുത്തുകയാണ്. അതായത് അന്ന് ആ ഇംഗ്ലീഷ് സേനാ നായകനായിട്ടുള്ള ചാൾസ് കോൺവാലീസിനെയാണ് ആര് പരാജയപ്പെടുത്തുന്നത്? നമ്മുടെ തലവനായിട്ടുള്ള ജോർജ് വാഷിങ്ടണ് 1781 എന്ത് ചെയ്യുന്നത്? തോൽപ്പിക്കുന്നത്, പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്? 1781 ആ യുദ്ധം അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അവരും എന്ത് ചെയ്യാണ്? അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ എന്ത് ചെയ്യാണ്? അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും കൂടെ ഒരു ഉടമ്പടി അങ്ങ് ഒപ്പുവെച്ചു. എന്തുടമ്പടിയാണത്? പാരീസ് ഉടമ്പടി. ഏത് വർഷം? 1783. ഞാൻ അത് വളരെ ഷോർട്ടാക്കിയിട്ടാട്ടോ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കണ്ടൻറ്റ് മാത്രം മതി. അതുകൊണ്ടാണ് പാരീസ് ഉടമ്പടി 1783. അങ്ങനെ 1783 എന്ത് ചെയ്യാണ്? അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് അല്ലേ. അവർ പാരീസ് ഉടമ്പടി ഒപ്പുവെച്ചു. അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ പാരീസ് ഉടമ്പടി ഒപ്പുവെച്ചു. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ കുറച്ച് നിയമങ്ങളുണ്ടല്ലോ, പഞ്ചസാര നിയമം, ടൗൺഷിൻഡ് നിയമം, അത് മാത്രമൊന്നും അല്ല കേട്ടോ അവരെ ഈ ഇതിലേക്ക് നയിച്ചത്, ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചത് മെർക്കൻറ്റിലിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമങ്ങളുണ്ടായിരുന്നു. മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ. അതായത് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ. നമ്മുടെ ഈ ആ സമയത്ത് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടും, അതുപോലെ തന്നെ ആ ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാണിജ്യ വ്യാപാര കേന്ദ്രമായിട്ടും ഈ കോളനികളെ ആര് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അവരെന്ത് ചെയ്തു? അവിടെ കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. ആ നിയമങ്ങളെയാണ് മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഈ കോളനികളിലേക്കോ അല്ലെങ്കിൽ ഈ കോളനികളിൽ നിന്നോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഈ കോളനികൾ തന്നെ നിർമ്മിച്ച കപ്പലുകളിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കപ്പലുകളിലോ മാത്രമായിരിക്കണം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ഈ കോളനികൾ, ഈ 13 കോളനികൾ അവിടുത്തെ നിയമപരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും, അതായത് വർത്തമാന പത്രങ്ങളിൽ, അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ, പിന്നെ ലൈസൻസുകളിൽ, ഇവയിലെല്ലാം എന്ത് വേണം? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ കോളനിയിൽ ഇംഗ്ലീഷുകാരുടെ സൈന്യത്തെ നിർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ചെലവുകളും ആരും നോക്കണം? കോളനിക്കാർ തന്നെ നോക്കണം വേണം. അവരെ അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം. പിന്നെ ഈ കോളനികളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പിളി, പരുത്തി, പഞ്ചസാര, പുകയില, അങ്ങനെയൊക്കെ എവിടേക്ക് കൊടുക്കാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന കടലാസ്, തേയില, ഗ്ലാസ്, ഇവയ്ക്കൊക്കെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഒരുപാട് നികുതി, ഒരുപാട് ചുങ്കം കൊടുക്കണമായിരുന്നു. ഈ കോളനിക്കാർ കൊടുക്കണമായിരുന്നു. അങ്ങനെ ഇത്രയാണ് മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ, അവർ കൊണ്ടുവന്ന മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതും എന്ത് ചെയ്യുന്നുണ്ട്? കോളനിക്കാർക്ക് കോളനിക്കാർക്ക് നല്ല, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്? ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഒരു വഴി ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടീ ആക്ട്, കറൻസി നിയമം, പഞ്ചസാര നിയമം, ടൗൺഷിൻഡ് നിയമം, അതുപോലെ തന്നെ സ്റ്റാമ്പ് നിയമം, ഇത്രയും മറക്കരുത് കേട്ടോ. വർഷങ്ങളൊക്കെ ഒന്ന് ഓർമ്മയുണ്ടോ? ടീ ആക്ട് എപ്പോഴാണ്? 1773 ടീ ആക്ട്. അതുപോലെ തന്നെ കറൻസി നിയമം 1764. പിന്നെ എന്ത് വന്നു? ആ വർഷം തന്നെ പഞ്ചസാര നിയമവും കൊണ്ടുവന്നു അല്ലേ. പിന്നെയോ 1765 എന്ത് ചെയ്തു? സ്റ്റാമ്പ് നിയമം വന്നു അല്ലേ, സ്റ്റാമ്പ് നിയമം. പിന്നെ ടൗൺഷിൻഡ് നിയമം കൊണ്ടുവന്നു 1767. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ബാക്കി നമുക്ക് ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം ഒക്കെ ഉണ്ട്, നമുക്ക് വഴിയെ പഠിച്ചെടുക്കാം കേട്ടോ. അതേപോലെ ഇനി നമ്മളിവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. ഒന്ന്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞതാരാ? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞതാരാണ്? ജോൺ ലോക്കാണ് കേട്ടോ. ജോൺ ലോക്കാണ് അങ്ങനെ പറഞ്ഞത്. ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല.
ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഇതൊക്കെ കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല. അത് പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ ആണ് കേട്ടോ. തോമസ് പെയിൻ ആണ് കേട്ടോ. ഒന്നുകൂടി ഉണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്ന് ഒരു ലഘുലേഖയിലൂടെയാണ് പ്രഖ്യാപിച്ചത്. കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ലഘുലേഖയിലൂടെയാണ് ഇയാൾ ഇത് പ്രഖ്യാപിച്ചത്. ആരാണത്? അതും തോമസ് പെയിൻ തന്നെയാണ് കേട്ടോ. തോമസ് പെയിൻ ആണ്. ഈ കോമൺ സെൻസ് എന്ന് പറഞ്ഞ ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്ന് ആര് പറഞ്ഞു? തോമസ് പെയിൻ പറഞ്ഞു. അതുപോലെ തന്നെ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? തോമസ് പെയിൻ ആണ് കേട്ടോ. അതായത് ഇംഗ്ലണ്ടിന് വടക്കേ അമേരിക്ക ഒരുപാട് കാലം കീഴടങ്ങി കൊടുക്കേണ്ടതില്ല, അതാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് പറഞ്ഞത് ആരാണ്? ജോൺ ലേക്കാണ്. അപ്പോൾ അതും ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരി ഉത്തരമാണ്: ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങൾ രൂപപ്പെടുന്നു. ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങൾ രൂപപ്പെടുന്നു. ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങൾ രൂപപ്പെടുന്നു. ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങൾ രൂപപ്പെടുന്നു. ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ശരി ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1ഉം 2ഉം പിന്നെ 4ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 3 മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 4 ആണ് അല്ലേ. നമുക്കറിയാം എത്ര തരം കോശ വിഭജനം ഉണ്ട്? 2 തരം കോശ വിഭജനമാണ് ഉള്ളത് അല്ലേ. ഏതൊക്കെയാണ്? 1 ക്രമഭംഗവും പിന്നെ 2 ഊനഭംഗവും അല്ലേ. ക്രമഭംഗവും ഊനഭംഗവും എന്ന് പറഞ്ഞിട്ട് 2 തരം കോശ വിഭജനമാണ് ഉള്ളത്. എന്താണ് ക്രമഭംഗം? ഏകകോശ ജീവികളിലെ പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തിന് നയിക്കുന്ന കോശ വിഭജന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ക്രമഭംഗമാണ്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ്. അതുപോലെ തന്നെ കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനുള്ള കോശ വിഭജന രീതി കൂടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ശരീര വളർച്ചയെ സഹായിക്കുന്നുണ്ട്, പിന്നെന്താണ്? കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നുണ്ട്, പിന്നെന്താണ്? ഇത് ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്ന കോശ വിഭജന രീതിയാണ്. എന്താണത്? ക്രമഭംഗമാണ് കേട്ടോ. ക്രമഭംഗം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ യൂക്കാരിയോട്ടിക്കുകളിൽ ഒരു മാതൃകോശത്തെ വിഭജിച്ചിട്ട് 2 പുത്രികാകോശങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്ത് എന്ന് പറയുന്നത്? ക്രമഭംഗം എന്ന് പറയുന്നത്. ഈ ക്രമഭംഗത്തിന് ആദ്യഘട്ടം എന്ന് പറയുന്നത് എന്താണ്? കോശ വിഭജന ഘട്ടമാണ് കേട്ടോ. ആദ്യഘട്ടം, ഈ ക്രമഭംഗത്തിൻ്റെ ആദ്യഘട്ടം കോശ വിഭജന ഘട്ടമാണ്. ഈ കോശ വിഭജനത്തിൽ തന്നെ രണ്ട് വട്ടമായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ ഫേസിൽ ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് നടക്കുന്നത്. നമുക്ക് എക്സാമിന് ഒരുപാട് വട്ടം ചോദിച്ചിരിക്കുന്നത് ഈ ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് കേട്ടോ. കോശ വിഭജന ഘട്ടത്തിൽ ആദ്യം നടക്കുന്നത് എന്താണ്? ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് കേട്ടോ. ന്യൂക്ലിയസിനെ വിഭജിക്കുകയാണ് ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ന്യൂക്ലിയസിനെ വിഭജിക്കുന്നത്? എങ്ങനെയാണ്? എത്ര ഘട്ടങ്ങളിലായിട്ടാണ്? 4 ഘട്ടങ്ങളിലായിട്ടാണ് ന്യൂക്ലിയസിനെ വിഭജിക്കുന്നത്. ഏതൊക്കെയാണത്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, അതുപോലെ തന്നെ ടിലോഫേസ്. അങ്ങനെ 4 ഘട്ടത്തിലാണ് ഈ ന്യൂക്ലിയസിൻ്റെ വിഭജനം നടക്കുന്നത്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. പ്രോ മെറ്റ അനാട്ടിലോ, അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. പ്രോഫേസിൽ എന്താണ് നടക്കുന്നത്? ഈ ക്രോമാറ്റിൻ ജാലിക എന്ത് ചെയ്യാണ്? തടിച്ച് കുറുക്കിയിട്ട്
ക്രോമസോമുകളാകുന്ന ഘട്ടമാണ്. കണ്ടോ, ഇവിടെ തടിച്ചു കുറുകിയിട്ട് എന്താകുന്നുണ്ട്, ക്രോമസോം ആകുന്നുണ്ട്. ആ ഘട്ടമാണ് എന്ത് എന്ന് പറയുന്നത്, പ്രോഫേസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രോഫേസിൽ എന്താണ് സംഭവിക്കുന്നത്, ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകളാകുന്ന ഘട്ടം. ഇതിനെ എന്ത് പറയുന്നു, പ്രോഫേസ് എന്ന് പറയുന്നു. എങ്കിൽ മെറ്റാഫേസിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ക്രോമസോം എന്ത് ചെയ്യാണ്, കോശത്തിൻ്റെ ഈ നടുഭാഗത്തായിട്ട് എന്ത് ചെയ്യാണ്, ക്രമീകരിക്കുകയാണ്. നിരനിരയായിട്ട് ക്രമീകരിക്കപ്പെടുന്ന ഫേസാണ് എന്ത് എന്ന് പറയുന്നത്, മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഈ ക്രോമസോം എന്ത് ചെയ്യാണ്, ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഈ ക്രോമസോം എന്ത് ചെയ്യണം, കോശത്തിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ എന്താണ് ക്രമീകരിക്കപ്പെടുന്ന ഫേസാണ് എന്ത് എന്ന് പറയുന്നത്, മെറ്റാഫേസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രോഫേസ് എന്ന് പറയുന്നത് ക്രോമാറ്റിൻ ജാലിക തടിച്ചു കുറുകി, കണ്ട തടിയനായി തടിച്ചു കുറുകിയിട്ട് ക്രോമസോമുകളാകുന്ന ഘട്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മെറ്റാഫേസ് എന്ത് പറയുന്നു, മെറ്റാഫേസ് എന്നാൽ എന്താണ്, ഈ ക്രോമസോമുകൾ ഈ കോശത്തിൻ്റെ നടുഭാഗത്ത് നിരനിരയായിട്ട് ക്രമീകരിക്കപ്പെടുന്ന ഫേസാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അനാഫേസിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞിട്ട് രണ്ട് ഭാഗത്തേക്ക് നീങ്ങും. ഈ ക്രൊമാറ്റിഡുകൾ വേർതിരിഞ്ഞിട്ട് എന്ത് ചെയ്യും, രണ്ട് ധ്രുവങ്ങളിലേക്ക് നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കണ്ടോ, ഇവിടുന്ന് പിരിഞ്ഞ് ഈ മേലത്തെ ഈ രണ്ടെണ്ണം എന്ത് ചെയ്തു, മേലോട്ട് പോയി, ഈ രണ്ടെണ്ണം എന്ത് ചെയ്തു, താഴോട്ട് പോയി. രണ്ട് ധ്രുവങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അനാഫേസിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞിട്ട് രണ്ട് ധ്രുവങ്ങളിലേക്ക് പോവുകയും ടെലോഫേസിലേക്ക് എന്ത് ചെയ്യുന്നു, രണ്ട് പുതിയ മർമ്മകങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കണ്ടോ, രണ്ട് പുതിയത് വന്നു. ടെലോഫേസിൽ എന്താണ് സംഭവിക്കുന്നത്, രണ്ട് പുതിയ മർമ്മകങ്ങൾ ക്രോമാറ്റിഡുകൾ എന്താണ് ധ്രുവങ്ങൾ പിരിഞ്ഞു, രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി. ശേഷം എന്ത് ചെയ്യാണ്, രണ്ട് പുതിയ മർമ്മകങ്ങളായിട്ട് രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ 4 സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്. പ്രോഫേസിൽ എന്താണ് നടക്കുന്നത്, ക്രോമാറ്റിൻ ജാലിക തടിയനെ പോലെ ആവില്ലേ, തടിച്ചു കുറുകി ക്രോമസോമുകളാകുന്ന ഘട്ടമാണ്. മെറ്റാഫേസിലേക്ക് വന്നാൽ എന്ത് ചെയ്യുന്നു, ഈ എന്താണ് ക്രോമസോമുകൾ കോശത്തിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ നിരനിരയായിട്ട് ക്രമീകരിക്കപ്പെടും. പിന്നീട് എന്ത് ചെയ്യാണ്, അനാഫേസിൽ ഈ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ക്രൊമാറ്റിഡുകൾ എന്ത് ചെയ്യുന്നു, വേർപിരിഞ്ഞിട്ട് രണ്ട് ധ്രുവങ്ങളിലേക്കായിട്ട് മാറിപ്പോവാണ്. ഇവിടെ നിങ്ങടും പോയി, പിന്നെന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന രണ്ടെണ്ണം താഴോട്ടും പോന്നു, രണ്ട് ധ്രുവങ്ങളിലേക്കായിട്ട് പോവുകയാണ്. ശേഷം എന്ത് ചെയ്യുന്നു, ടെലോഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് പുതിയ മർമ്മകങ്ങൾ ഉണ്ടാകുകയാണ്. മേലെണ്ണം മേലോട്ട് പോയതും ഇതുമായിട്ട് ഇങ്ങനെ മാറിയിട്ട് ഇതുമായിട്ട് ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്യാണ് പുതിയ രണ്ട് മർമ്മകങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ വിഭജനഘട്ടം എന്ന് പറയുന്നത്. ചോദ്യം വന്നതാണ്, ന്യൂക്ലിയസിൻ്റെ വിഭജനം പൂർത്തിയാകുന്നതോടെ ഓരോ കോശത്തിലും ഉണ്ടാകുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണം എത്ര? ന്യൂക്ലിയസിൻ്റെ വിഭജനം പൂർത്തിയാകുന്നതോടെ ഓരോ കോശത്തിലും ഉണ്ടാകുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണം എത്രയാണ്? രണ്ടെണ്ണമല്ലേ, രണ്ട് മർമ്മകമല്ലേ ഉണ്ടായത്. അപ്പോൾ 2 ന്യൂക്ലിയസാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, കോശദ്രവ്യ വിഭജനവും നടക്കുന്നു. കോശവിഭജനത്തിന് 2 ഘട്ടമായിട്ട് നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വിഭജനവും കോശദ്രവ്യ വിഭജനവും. നമ്മളിപ്പോൾ പറഞ്ഞത് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് പറയുന്നത്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ന്യൂക്ലിയസ് വിഭജനം നടക്കുന്നത്. ശേഷം കോശദ്രവ്യം കൂടെ വിഭജിച്ചാൽ മാത്രമാണ് എന്ത് നടക്കുന്നുള്ളൂ, ഇത് പൂർത്തിയാവുകയുള്ളൂ കേട്ടോ. കോശവിഭജനം പൂർത്തിയാവുകയുള്ളൂ. നമുക്ക് ഇത്രയാണ് കേട്ടോ പഠിക്കാനുള്ളത്. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രമഭംഗം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഊനഭംഗം എന്താണെന്ന്. എന്താണ് ഊനഭംഗം എന്ന് പറയുന്നത്? ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം എന്ന് പറയുന്നത്. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം എന്ന് പറയുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ വന്നതാണ് ഈ ഭാഗത്തു നിന്ന് തന്നെ കേട്ടോ. നമ്മുടെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46 അല്ലേ. 46 ക്രോമസോം ഉള്ള മനുഷ്യനിലെ ബീജോൽപാദക കോശം തുടർച്ചയായിട്ട് വിഭജിക്കുന്നത് എത്ര തവണ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര തവണയാണ്? 2 തവണയാണ് വിഭജിക്കുന്നത്. 2 തവണ. ഊനഭംഗം 1ഉം 2ഉം 2 തവണയാണ് എന്ത് ചെയ്യുന്നത്, വിഭജിക്കുന്നത്. ഈ ഊനഭംഗം 1ൽ എന്താണ് സംഭവിക്കുന്നത്? ഊനം 1ൽ എന്താണ് സംഭവിക്കുന്നത്? ക്രോമസോം സംഖ്യ പകുതിയാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്രോമസോമിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, പകുതിയാവുകയാണ് ചെയ്യുന്നത്. ഊനഭംഗം 2ലാണെങ്കിലോ
ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസമില്ലാത്ത അവിഭജനം, വിഭജിക്കുന്നില്ല അവിടെ. ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസമില്ലാത്ത വിഭജനമാണ് ഈ ഊനഭംഗം 2 നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അവിടെ ക്രോമസോം സംഖ്യയ്ക്ക് എന്ത് പറ്റുന്നില്ല, ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, വിഭജനം നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം എന്ത് തന്നെയായിരിക്കും, 23 ക്രോമസോമുകൾ വീതമായിരിക്കും അവിടെ ഊനഭംഗം 2 വിഭജിക്കപ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഊനഭംഗം 1 എന്താണ് നടക്കുന്നത്, ക്രോമസോം സംഖ്യ പകുതിയാവുകയാണ് ഊനഭംഗം 1 നടക്കുന്നത്. ഊനഭംഗം 2 എന്താണ് നടക്കുന്നത്, ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസമൊന്നുമില്ലാത്ത എന്താണ് വിഭജിക്കുന്നുണ്ട്. എല്ലാം 23 ക്രോമസോമുകൾ വീതമായിരിക്കും വിഭജനം നടക്കുക അല്ലേ. അപ്പോൾ അവിടെ ക്രോമസോം സംഖ്യയ്ക്ക് എന്താണ് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ഇനി ഇവിടെ ക്യാൻസറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കോശവിഭജനത്തിലെ എന്താണ് സന്തുലിതാവസ്ഥ തകരാറിലാകുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത് പറയുന്നത്, ക്യാൻസറായിട്ട് പറയുന്നത് കേട്ടോ. ക്യാൻസർ എന്താണ്, കോശവിഭജനത്തിലെ സന്തുലിതാവസ്ഥ തകരാറിലാകുന്ന കാരണമുണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ. നമുക്കറിയാലേ, നമ്മുടെ കോശങ്ങൾ അനിയന്ത്രിതമായി പെരുകുന്ന ഒരവസ്ഥയാണ് എന്ത് എന്ന് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ കോശവിഭജനത്തിലെ എന്താണ്, അവിടെ കോശവിഭജനത്തിൻ്റെ സന്തുലിതാവസ്ഥ അവിടെ തകരാറിലാവുകയാണ് ചെയ്യുന്നത്. അനിയന്ത്രിതമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ എന്ത് ചെയ്യാണ് കോശവിഭജനം അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ അതാണ് ക്യാൻസറിനുള്ള കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒക്കെ ഹോട്ട് ടോപ്പിക്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലാം ഞാൻ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെക്ക് ചെയ്തിട്ട് ഹോട്ട് ടോപ്പിക്സുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിലുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അടുത്തത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് വേണ്ടതെന്ന് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.